A dishonest dealer professes to sell his good at a cost price but uses a weight of 960 gram for a kg weight. Find gain percentage. അത് എപ്പോഴും കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഡിസോണസ്റ്റ് ഡീലർ, ഒരു കടക്കാരൻ, അദ്ദേഹം ഫോൾസ് വെയിറ്റ് വെച്ചിട്ട് ഗെയിൻ ഉണ്ടാക്കുന്നു. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? അതായത് 1 കിലോയുടെ സാധനമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 960 ഗ്രാമാണ് വെക്കുന്നത്. അപ്പോൾ എത്രയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. അതായത് ഗെയിൻ ഡിവൈഡഡ് ബൈ മെഷേർഡ് വാല്യൂ, ഗെയിൻ ഡിവൈഡഡ് ബൈ മെഷേർഡ് വാല്യൂ ഇൻറ്റു 100. ഇത് എഴുതാൽ മതി. ഓക്കെ, അതായത് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അവിടെ 960 ഗ്രാം എന്ന് തന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, 1000 ഗ്രാമിന് പകരം 960 വച്ചുള്ളൂ. അപ്പോൾ അവിടെ ലാഭം എത്രയാണ്? 40. ആ 40 എഴുതി. ഇനി എത്രയാണ് മെഷർ ചെയ്ത വാല്യൂ? എത്രയാണ്? 1000 അല്ല, 960 ആണ് അല്ലേ. അപ്പോൾ ആ വാല്യൂ എഴുതി, 960 ഇൻറ്റു 100, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. എത്ര ലാഭം കിട്ടി? ഡിവൈഡഡ് ബൈ മെഷർ ചെയ്ത വാല്യൂ ഇൻറ്റു 100. 0 കട്ട് ചെയ്തു. 4 ഇൻറ്റു 24 ആണ് 96. 4 വെച്ച് കട്ട് ചെയ്യാലോ. 6 25. 25 ബൈ 6, 25 ബൈ 6%. ഓക്കെ, 25 ബൈ 6% കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ ഏൺസ് 10% പ്രോഫിറ്റ് വൈൽ ബൈയിങ് ആൻഡ് യൂസസ് വെയിറ്റ് which are 20% less than the market weight. The total gain earned by him will be. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മാനുവലി ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ഒരു കടയിൽ പോയി. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? എ ഷോപ്പ് കീപ്പർ ഏൺസ് 10% പ്രോഫിറ്റ് വൈൽ ബൈയിങ്. അതായത് വാങ്ങിക്കാൻ നേരത്ത് 10% ലാഭം കിട്ടി. ഓക്കെ, അതായത് ഇപ്പോൾ 100 രൂപയുടെ ഒരു സാധനം 90 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ 10% ലാഭമായില്ലേ. 100 രൂപയുടെ ഒരു സാധനം 10% ലാഭത്തിന് കിട്ടി. അതായത് 90 രൂപയ്ക്ക് കിട്ടി. ഇനി അപ്പോൾ 100 ഗ്രാം 90 ഗ്രാമിൻ്റെ പൈസക്ക് കിട്ടി, അങ്ങനെ വിചാരിച്ചാലും മതി. ഇനി പിന്നീട് അദ്ദേഹം ഒരു ഷോപ്പ് കീപ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ ആ സാധനം വിൽക്കാൻ വച്ചപ്പോൾ അദ്ദേഹം എന്ത് കാണിച്ചു? 20% ലെസ് ദാൻ ദ മാർക്കറ്റ് വെയിറ്റ്. അതായത് ആൻഡ് യൂസസ് വെയിറ്റ് വിച്ച് ആർ 20% ലെസ് ദാൻ ദ മാർക്കറ്റ് വെയിറ്റ്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു സാധനം ഷോപ്പ് കീപ്പർ ആദ്യം ഒരു ഹോൾസെയിൽ കടയിൽ പോയി മേടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് അത് 90 ഗ്രാമിൻ്റെ പൈസക്ക് കിട്ടി. അപ്പോൾ അവിടെ ഒരു 10% ലാഭിച്ചു. ഓക്കെ, 10 ലാഭിച്ചു. അങ്ങനെ ആ 10 യൂണിറ്റ് മനസ്സിലാക്കുക. ഇനി അദ്ദേഹം അത് കടയിൽ കൊണ്ടുപോയി വെച്ചു. എത്ര ഗ്രാമാണ്? 100 ഗ്രാം. എന്നിട്ട് അദ്ദേഹം എത്ര വെയിറ്റിനാണ് അത് കൊടുക്കുന്നത്? 80. തൂക്കത്തിൽ 100 ഗ്രാമിന് പകരം 80 ഗ്രാം വെച്ചിട്ട് 100 ഗ്രാമിൻ്റെ പൈസ മേടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എത്ര രൂപ ലാഭം കിട്ടി? 20 രൂപ ലാഭം കിട്ടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലാഭം, അപ്പോൾ ആദ്യത്തെ പ്രോഫിറ്റ്, ഫസ്റ്റ് പ്രോഫിറ്റ് എത്രയാണ്? 10. സെക്കൻഡ് പ്രോഫിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 30. അപ്പോൾ ടോട്ടൽ ഗെയിൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ഇനി അദ്ദേഹം 20% ലെസ് ദാൻ ദി മാർക്കറ്റ് വെയിറ്റിനാണ് അദ്ദേഹം വിൽക്കുന്നത്. അപ്പോൾ എത്രയായി? 80 മെഷേർഡ് വാല്യൂ. ഓക്കെ, 100 ഗ്രാമിൻ്റെ സാധനമാണെങ്കിൽ 80 ഗ്രാമാണ് തൂക്കത്തിൽ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ മെഷേർഡ് വാല്യൂ എത്രയാണ്? 80. അപ്പോൾ 30/80 × 100 കറക്റ്റ് ആൻസർ. അപ്പോൾ 3/8, 1/8 എന്ന് പറഞ്ഞാൽ 12.5% ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 37.5%. ഓക്കെ, 37.5% കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു സാധനം, ഇപ്പോൾ 1 ഗ്രാമിന് 1 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ,
1 ഗ്രാമിന് 1 രൂപയാണെന്ന് വിചാരിക്കുക. 1 ഗ്രാം 1 റുപ്പീസ്. അപ്പോൾ 100 ഗ്രാമിന് എത്രയായി? 100 ഗ്രാമിന് 100 രൂപ. ഓക്കെ ആണല്ലോ. ഇനി ഇദ്ദേഹത്തിന് ആദ്യത്തെ പ്രോഫിറ്റിൽ ആദ്യം അദ്ദേഹത്തിന് 10% ലാഭം കിട്ടി. പ്രോഫിറ്റ് എത്രയാണ്? 10%. അതിൻ്റെ അർത്ഥം എന്താ? 10% ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ്. അതായത് 100 രൂപയുടെ സാധനത്തിന് 90 രൂപയെ അദ്ദേഹം കൊടുത്തോളൂ. അവിടെ 10 രൂപ ലാഭം കിട്ടി, 10% ലാഭമായി. അപ്പോൾ ആദ്യത്തെ പ്രോഫിറ്റ് 10. ആദ്യത്തെ ഞാൻ P1 എന്ന് എഴുതി. P1 10. നിങ്ങൾ മനസ്സിലായിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 100 ഗ്രാം ഉണ്ട്. ഒരു രൂപയ്ക്ക് വെച്ചിട്ടാണ് അദ്ദേഹം വിൽക്കുന്നത്, 100 രൂപയ്ക്ക്. അങ്ങനെ വിചാരിക്കുക. ഇനി അദ്ദേഹം അത് വിൽക്കാൻ ശ്രമിക്കുക, ഷോപ്പ് കീപ്പർ അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റി? കസ്റ്റമറിന് 80 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അത് കസ്റ്റമർ അറിയുന്നില്ല. പക്ഷേ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 80 ഗ്രാമാണ് അദ്ദേഹം തൂക്കുന്നത്. പക്ഷെ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്കാണ്. ഫോൾസ് വെയിറ്റ്. ഓക്കെ. അപ്പോൾ അവിടെ ലാഭം എത്രയായി? അവിടെ അദ്ദേഹത്തിന് ലാഭം, കാരണം 80 ഗ്രാമിന് 80 രൂപയേ ഉള്ളൂ, 1 ഗ്രാമിന് 1 രൂപയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 80 പക്ഷേ അദ്ദേഹം കിട്ടുന്നത് 100. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ലാഭം 20. അപ്പോൾ P2 എത്രയായി? 20. ഓക്കെ. അപ്പോൾ ടോട്ടൽ ലാഭം എത്രയാണ്? 20 + 10 30. അദ്ദേഹം മെഷർ ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 80 ഗ്രാമാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 30/80 × 100. അപ്പോൾ എത്രയായി? 37.5%. ഇപ്പം 100/8, 100/0 കട്ട് ചെയ്യുക. 100/8 എന്ന് പറഞ്ഞാൽ ഇപ്പം 100/4 എത്രയാണ്? 100/4 25 അല്ലേ. അപ്പോൾ 100/8 എന്ന് പറഞ്ഞാൽ 25ൻ്റെ പകുതി എടുത്താൽ മതി. എത്രയാ? 12.5. 12.5 × 3 37.5. കണ്ടോ? അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമുല വെച്ചും ചെയ്യാം. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ആ ട്രാൻസാക്ഷനിൽ അദ്ദേഹത്തിന് 2 ഗെയിനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2 ഗെയിനാണ് വരുമെങ്കിൽ, ഇപ്പോൾ ഒരു ഗെയിൻ A%, രണ്ടാമത്തെ ഗെയിൻ B% ആണെങ്കിൽ ടോട്ടൽ ഗെയിൻ എഫക്റ്റീവ്, അതായത് ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് A + B + AB/100 ആയിരിക്കും. ഇതാണ് ഫോർമുല. എഫക്റ്റീവ് പെർസെൻറ്റേജിൻ്റെ ഒരു ഫോർമുലയാണ്, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ A + B + AB/100. ഒന്നുമില്ല, 2 പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ഫോർമുല. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് 10ഉം രണ്ടാമത്തെ പ്രോഫിറ്റ് 20 എടുക്കും. അപ്പോൾ അങ്ങനെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ഒരു പ്രോഫിറ്റ് 10, രണ്ടാമത്തെ പ്രോഫിറ്റ് 20 അങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തരുമ്പോൾ മാത്രം ഈ ഫോർമുല ചെയ്യുക. ഓക്കെ. പക്ഷേ ഇവിടെ രണ്ടാമത്തെ കേസിൽ, ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ കേസിൽ ഫോൾസ് വെയിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ ആ കേസിലെ പ്രോഫിറ്റ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതായത് ഈ ബിയുടെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതൊന്നുമില്ല. എത്രയാണ്? 100 ഗ്രാം. 100 ഗ്രാമിന് വയ്ക്കുന്നത് 80 ഗ്രാമാണ്. 100 ഗ്രാമിന് പകരം 80 ഗ്രാമാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ ലാഭം 20 അല്ലേ. ഫോൾസ് വെയിറ്റ് എത്രയാണ്? 80 × 100. അപ്പോൾ 20 × 4 ആണ് 80. 100/4 25%. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഗെയിൻ കിട്ടുന്നത് 25%. അതായത് ബിയുടെ വാല്യൂ 25, എയുടെ വാല്യൂ ആദ്യം തന്നെ പറഞ്ഞു 10%. ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 25 + 10 + 25 × 10/100. ഇതെത്ര കിട്ടും? 0 0 വെട്ടി 25/10 എത്രയാണ്? 2.5. 25 + 10 35 + 2.5 37%. ഓക്കെ. അപ്പോൾ ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തെറ്റ് പറ്റും. കാരണം 20 നമ്മൾ രണ്ടാമത്തെ പ്രോഫിറ്റായിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ, അതായത് ആദ്യത്തെ കേസ് പ്രോഫിറ്റും രണ്ടാമത്തെ കേസിൽ ഫോൾസ് വെയിറ്റുമാണ്. അവിടെ പ്രോഫിറ്റ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. 20% ലെസ് ദാൻ വെയിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. 20/, നമ്മുടെ പഴയ ഫോർമുല വെച്ച് ഗെയിൻ എത്രയാണ് അവിടെ? 20. ഫോൾസ് വെയിറ്റ് എത്രയാണ്? 80. അപ്പോൾ 20/80 എന്ന് പറഞ്ഞാൽ 25% ഗെയിൻ. എന്നിട്ട്
ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ സെൽസ് ഹിസ് ഗുഡ് അറ്റ് 20% പ്രോഫിറ്റ്. ഹാഡ് ഹി പർച്ചേസ് ഇറ്റ് ഫോർ 10% ലെസ് ആൻഡ് സോൾഡ് ഇറ്റ് ₹18 ലെസ്, then he would gain 30%. Find initial cost price. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് ഒരു ഷോപ്പ് കീപ്പർ ഒരു ആർട്ടിക്കിൾ സെല്ല് ചെയ്യുകയാണ്. എത്രയിനാണ്? അതായത് 20% ഗെയിനാണ് അദ്ദേഹം സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷൻ തരാണ്. ഹാഡ് ഹി പർച്ചേസ് ഇറ്റ് ഫോർ 10% ലെസ്. അതിൻ്റെ അർത്ഥം എന്താ? അതായത് കോസ്റ്റ് പ്രൈസ് 10% കുറവായിരുന്നെങ്കിൽ, ഓക്കെ, കോസ്റ്റ് പ്രൈസ് 10% കുറവായിരുന്നെങ്കിൽ, ഇനി വിൽക്കുന്നത്, അതായത് 20% വിൽക്കുന്ന വില, ആ വില 18 രൂപയ്ക്ക് താഴെ ആയിരുന്നെങ്കിൽ, 18 രൂപ താഴെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 30% ഗെയിൻ കിട്ടിയേനെ. 30% ഗെയിൻ കിട്ടിയേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഒന്നുകൂടി പറയാം. ഒരു ഷോപ്പ് കീപ്പർ ഒരു ആർട്ടിക്കിൾ വിൽക്കുകയാണ്, 20% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു കണ്ടീഷൻ തരാണ്. അദ്ദേഹം വാങ്ങിക്കുന്ന വിലയിൽ നിന്ന് 10% കുറവായാൽ, അല്ലെങ്കിൽ 10% കുറവായിരുന്നു, പിന്നീട് അദ്ദേഹം വിൽക്കുന്നതിനെക്കാട്ട് 18 രൂപ കുറച്ചാണ് വിറ്റിരുന്നതെങ്കിൽ, 18 രൂപ കുറച്ചാണ് വിറ്റിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് 30% ഗെയിൻ കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? അപ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കോസ്റ്റ് പ്രൈസ് 100 എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോസ്റ്റ് പ്രൈസ് 100 എടുത്തു. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. ശ്രദ്ധിച്ചിരിക്കുക, കോസ്റ്റ് പ്രൈസ് ഞാൻ എന്ത് ചെയ്തു? 100 എടുത്തു. ഇനി ആദ്യം എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്? അതായത് 20% പ്രോഫിറ്റിനാണ് സെല്ല് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 ആണ്, പ്രോഫിറ്റ് 20% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 120. 100ൻ്റെ 120%, അല്ലെങ്കിൽ 100ൻ്റെ 20% എടുക്കുക, 20 100നോട് ആഡ് ചെയ്യുക, അപ്പോൾ 120 ആയി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ. ഹാഡ് ഹി പർച്ചേസ് ഇറ്റ് ഫോർ 10% ലെസ്. 10% കുറച്ചാണ് മേടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നെങ്കിൽ, അപ്പോൾ ഈ 100ൻ്റെ 10% എടുക്കുക, കുറയ്ക്കുക. 100ൻ്റെ 10% 10 കുറച്ച് കഴിഞ്ഞാൽ 90. അപ്പോൾ 90-നാണ് വാങ്ങിക്കുന്നതെങ്കിൽ, ഓക്കെ, 90-നാണ് വാങ്ങിക്കുന്നത്, അങ്ങനെ വിചാരിക്കുക. 90-ന് വാങ്ങിച്ചു. പിന്നീട് പിന്നെന്താ പറയുന്നത്? ആൻഡ് സോൾഡ് ₹18 ലെസ്. ആൻഡ് സോൾഡ് ₹18 ലെസ്. അതായത് ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് 18 രൂപ കുറയാണെങ്കിൽ 30% ഗെയിൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 18 വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 30%, അത് 18 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 102 കിട്ടും. അപ്പോൾ 90-ഉം 102-ഉം എന്തായാലും 30% കിട്ടൂല. കാരണം എന്താ? ഇത് നമ്മൾ റേഷ്യോ വാല്യൂ, അതായത് ഒരു അസ്യൂം ചെയ്ത വാല്യൂ ആണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് 30% ലാഭം, ഇവിടെ 30% ലാഭം ഉണ്ടാവുമെന്ന് എന്തായാലും അറിയാലോ. 30% ലാഭം ഉണ്ടാവുമെന്ന് എന്തായാലും അറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 90 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 30% ലാഭം കിട്ടിയാൽ സെല്ലിംഗ് പ്രൈസ് എത്രയാവും നോക്കുക. ഓക്കെ, അതായത് 90-ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 90-ൻ്റെ 30%, അല്ലെങ്കിൽ 130% എടുക്കുക. അപ്പോൾ 90, ഇവിടെ നോക്കിയേ, 90 കോസ്റ്റ് പ്രൈസ്, 30% ഗെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90-ൻ്റെ 130% ആണ്. 130/100. 0 കട്ട് ചെയ്തു, എത്രയാണ്? 117. 9 × 13 എന്ന് പറഞ്ഞാൽ 117. അപ്പോൾ 117, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആയി. ഓക്കെ, അപ്പോൾ 117 സെല്ലിംഗ് പ്രൈസ് ആയാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായി? 30% ആയി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇവിടെ ഈ സെല്ലിംഗ് പ്രൈസ് എത്ര രൂപ കുറഞ്ഞു എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 120-ന് 3 രൂപ കുറഞ്ഞു. 120-ൽ നിന്നും 3 രൂപ കുറഞ്ഞ് 117 ആയി. മനസ്സിലായല്ലോ? ഇനി ഒറ്റ സ്റ്റെപ്പും കൂടി ഉള്ളൂ, ആൻസർ കിട്ടി. അപ്പോൾ നോക്കിയേ, നമ്മുടെ ആദ്യത്തെ കോസ്റ്റ് പ്രൈസാണ്, ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് ഇവിടെ നമ്മളെടുത്ത ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? ഇവിടെ നമ്മളെടുത്ത ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് 100 രൂപയായിരുന്നു. 100 രൂപ കോസ്റ്റ് പ്രൈസ് എടുത്തപ്പോൾ 100 രൂപ കോസ്റ്റ് പ്രൈസ് എടുത്തപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ വന്ന മാറ്റം എത്രയായി? സെല്ലിംഗ് പ്രൈസിൽ വന്ന മാറ്റം അല്ലെങ്കിൽ കുറവ് എന്ന് പറയുന്നത് 3 ആയി. ഓക്കെ, അപ്പോൾ 100 രൂപയ്ക്ക് 3 കുറവ്, അങ്ങനെ വിചാരിക്കുക. 100 രൂപയ്ക്ക് എത്ര കുറവാണ് സെല്ലിംഗ് പ്രൈസ്? 3 കുറവ്. ഇനി നമുക്ക് എത്ര കുറവാണ് വേണ്ടത് ശരിക്കും? സെല്ലിംഗ് പ്രൈസ് 18 കുറവാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് സോൾഡ് ഇറ്റ് ₹18 ലെസ്. ശരിക്കുള്ള കേസിൽ 18 രൂപയാണ് കുറയേണ്ടത് സെല്ലിംഗ് പ്രൈസിന്. അപ്പോൾ 3 രൂപ കുറയുമ്പോൾ 100 രൂപ, അങ്ങനെയാണെങ്കിൽ 18 രൂപ കുറയുമ്പോൾ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഈ 3നെ 18 ആക്കിയാൽ പോരെ, ഇൻറ്റു 6 വെച്ച് ഗുണിക്കുക, ഇവിടെയും 6 വെച്ച് ഗുണിക്കുക, കഴിഞ്ഞു. അപ്പോൾ 600, ഇവിടെ 18. അപ്പോൾ എത്ര ഉത്തരം? 600 ആണ് കറക്റ്റ് ആൻസർ. 600 ആണ് ഇനീഷ്യൽ CP. നിങ്ങൾ ഈ കണ്ടീഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇത് 600ൻ്റെ 20% എടുക്കുക, 720. 600ൻ്റെ 10% കുറയ്ക്കുക, 540. 720ൽ നിന്ന് 18 കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് കണക്ക് കൂട്ടി നോക്കിയോ, നിങ്ങൾക്ക് 30% കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ടൈപ്പാണോ? ഇതേപോലത്തെ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇത് സിമ്പിൾ, വളരെ സിമ്പിളാണ്. എക്സാമിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഇത്രയും ടൈം എടുത്തത്. നമ്മളെന്താ ചെയ്തത്? ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളിവിടെ എന്താ ചെയ്തത്? കോസ്റ്റ് പ്രൈസ് എന്ന് എഴുതി, സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതി. കോസ്റ്റ് പ്രൈസ് 100 രൂപ, സെല്ലിംഗ് പ്രൈസ് 120. പ്രോഫിറ്റ് അവിടെ 20%. 10% കുറച്ച് മേടിച്ചു, അപ്പോൾ 90. ഇനി കിട്ടാവുന്ന പ്രോഫിറ്റ് 30%, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 90ന് 30% എടുത്തു, 117. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇവിടെ 120ൽ നിന്ന് 117 ആയി, അതായത് 3 കുറഞ്ഞു. അപ്പോൾ 100 രൂപ ആയിരുന്നപ്പോൾ, 100 രൂപ ഇനീഷ്യൽ CP ആയിരുന്നപ്പോൾ 3 രൂപയാണ് കുറഞ്ഞത്. അപ്പോൾ 18 രൂപയാണ് നമുക്ക് വേണ്ടത്. 18 കുറവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 18 രൂപ കുറയണമെങ്കിൽ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 600ന് 18 രൂപ കുറയും. ഓക്കെ, അപ്പോൾ 600 ആണ് കറക്റ്റ് ആൻസർ. കണ്ടോ, പെട്ടെന്ന് കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man sell his goods at 10% profit. Had he purchased for 20% less and sell it for ₹20 more, then he would gain 40%. Find initial cost price. സെയിം ടൈപ്പാണ്. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കോസ്റ്റ് പ്രൈസ് എഴുതി, സെല്ലിംഗ് പ്രൈസ് എഴുതി. ഓക്കെ, കോസ്റ്റ് പ്രൈസ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? 100. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ എത്രയാണ്? 10% ലാഭമാണ്. അപ്പോൾ ലാഭം 110. ഓക്കെ ആണല്ലോ. ഇനി ഹാഡ് ഹി പർച്ചേസ് ഇറ്റ് ഫോർ 20% ലെസ്. എത്രയാണ് ഡിസ്കൗണ്ട്? 20% ലെസ് ആണ്. അപ്പോൾ 100ൻ്റെ 20%, 20 എത്രയാ? 80. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചാൽ 80 ആണ് രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ്. ഇനി ആൻഡ് സെൽ ഇറ്റ് ഫോർ 20 മോർ, അത് നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യണ്ട. എത്ര ഗെയിൻ കിട്ടുമായിരുന്നു? 40% ഗെയിൻ കിട്ടുമായിരുന്നു. അപ്പോൾ 80ൻ്റെ 40% ഗെയിൻ നോക്കുക. സോ 80 × 140/100 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. 2 0 കട്ട് ചെയ്തു, 8 × 14 എത്രയാണ്? 112. ഓക്കെ, അപ്പോൾ 112 ആയി പുതിയ സെല്ലിംഗ് പ്രൈസ്. ഇതെത്രയായി? 40% ഗെയിനാണ്. ഓക്കെ, കണ്ടീഷനൊക്കെ നോക്കി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? നിങ്ങളൊന്ന് പറഞ്ഞേ. കോസ്റ്റ് പ്രൈസ് 100, എത്ര? കോസ്റ്റ് പ്രൈസ് 100 ആയിരുന്നപ്പോൾ സെല്ലിംഗ് പ്രൈസിലുണ്ടായ മാറ്റം 110ൽ നിന്നും 112, അതായത് 2 കൂടി അല്ലേ? എത്ര കൂടി? 100 ആയിരുന്നപ്പോൾ 2 കൂടി. നമുക്ക് എത്ര വേണ്ടത്? 20. സെൽ ഇറ്റ് ഫോർ 20 മോർ. 20 ആണ് നമുക്ക് കൂടേണ്ടത് കേട്ടാ, 20 ആണ് കൂടേണ്ടത്. അപ്പോൾ 2ന് 20 ആക്കുക. എന്ത് ചെയ്യുക? സിമ്പിളല്ലേ? 10 കൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1000 20. അപ്പോൾ 1000 ആണ് കറക്റ്റ് ആൻസർ. ഇനീഷ്യൽ CP എന്ന് പറയുന്നത് എത്രയാണ്? 1000. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇത് വേറൊരു ടൈപ്പാണ്. ബൈ സെല്ലിംഗ് 12 oranges for ₹1, എ മാൻ ലോസ് 20%. ഹൗ മെനി ഫോർ ₹1 ഡിഡ് ഹി സെൽ ടു ഏൺ ടു എ പ്രോഫിറ്റ് ഓഫ് 20%? ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.
എന്നിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ആദ്യം 1 രൂപയ്ക്ക് 12 ഓറഞ്ച് ഒരു മാൻ സെല്ല് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 20% നഷ്ടമുണ്ടായി. 1 രൂപയ്ക്ക് 12 എണ്ണം കൊടുത്തപ്പോൾ 20% നഷ്ടമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ സെയിം റുപ്പീസിന് അല്ലെങ്കിൽ സെയിം സെല്ലിംഗ് പ്രൈസിന് 1 രൂപയ്ക്ക് എത്ര വിറ്റാലായിരുന്നു 20% പ്രോഫിറ്റ് കിട്ടുന്നത്? ഓക്കെ, ശരിക്കും ഇപ്പോൾ നമ്മളൊരു കച്ചവടം നടത്തുമ്പോൾ ലാഭമാണല്ലോ നോക്കുക. അപ്പോൾ നോക്കിയേ, ആദ്യം 1 രൂപയ്ക്ക് 12 എണ്ണം വിറ്റപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 20% നഷ്ടം വന്നു. അപ്പോൾ 20% ലാഭം കിട്ടണമെങ്കിൽ ആ 1 രൂപയ്ക്ക് എത്ര എണ്ണമായിരുന്നു കൊടുക്കേണ്ടത്? അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു എളുപ്പ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കുക. അതായത് ഒരേ വിലയ്ക്കാണ് കൊടുക്കുന്നത്, ഒരേ വിലയ്ക്കാണ് വാങ്ങുന്നത്, ഒരേ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഇവിടെ രണ്ടും ഒരേ വിലയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കുക. സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇങ്ങനെ എഴുതിയാൽ മതി. 12 ആദ്യം എത്ര ഓറഞ്ചാണ്, എത്ര എണ്ണമാണുള്ളത്? 12 എണ്ണം. ഓക്കെ, 12 എണ്ണം. കോസ്റ്റ് പ്രൈസ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. 12 എണ്ണം. എത്രയാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ? ലോസാണ്. എത്ര ശതമാനം ലോസാണ്? 20% ലോസാണ് അല്ലേ? 20% ലോസാണ്. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ലോസ് 20% ആയാൽ സെല്ലിംഗ് പ്രൈസ് 80%. ആ 80% ഇവിടെ എഴുതുക. അപ്പോൾ 12 × 80% എത്രയായി? സെല്ലിംഗ് പ്രൈസായി. സെല്ലിംഗ് പ്രൈസ് ഇവിടെ 1 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഉണ്ടാ? ഇനി രണ്ടാമത്തെ കേസിൽ എത്രയാണ്? അതും 1 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അവിടെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ രണ്ട് തുക സെയിം ആയിരിക്കും. ഈസ് ഈക്വൽ ടു, ഇനി രണ്ടാമത്തെ കേസിൽ അദ്ദേഹം എത്ര വിൽക്കുന്നു എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എക്സ് എന്നിടുക. ഓക്കെ, എക്സ് എന്നിടുക. ഇനി അത് എത്രയിനാണ് വിൽക്കുന്നത്? 20% ലാഭത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ അവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയായി? 120%. അപ്പോൾ എക്സ് ഇൻറ്റു 120%. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് എക്സ് കണ്ടുപിടിച്ചാൽ ഉത്തരമായി. കിട്ടിയല്ലോ? 40 വെച്ച് ഹരിക്കുക. 40 × 2 80, 40 × 3 120, 3 × 4 12, 4 × 2 8. എക്സിൻ്റെ വാല്യൂ 8. കണ്ടോ? ഒറ്റയടിക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ 8. ഇത് നമുക്ക് മനസ്സിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 12 × 80 ഡിവൈഡഡ് ബൈ 120. ഓക്കെ, 8 എന്ന് കിട്ടും. കണ്ടോ? അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊന്ന് എഴുതി സെറ്റാക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, ഞാൻ എന്താ ചെയ്തത്? 1 രൂപ. ഇവിടെ ചില ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഈ കേസിൽ പൈസ സെയിം ആക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിങ്ങനെ എഴുതാൻ. ശ്രദ്ധിക്കണേ, എന്നിട്ട് വേണം ഇങ്ങനെ എഴുതാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ആ ടൈപ്പായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ഇവിടെ ഞാൻ ആദ്യം സെല്ലിംഗ് പ്രൈസ് ചെക്ക് ചെയ്തു. 4 റുപ്പി എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ ഇവിടെയും 1 രൂപയാണ്, ഇവിടെയും 1 രൂപയാണ്. അപ്പോൾ കച്ചവടം 1 രൂപയ്ക്കാണ്, ട്രാൻസാക്ഷൻ 1 രൂപയ്ക്കാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആയി. അത് ക്ലിയർ ആയി. ഇനി എനിക്ക് ആ ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം എത്ര എണ്ണമാണ്? 12. അവിടെ എന്ത് പറ്റി? നഷ്ടമാണ് 20%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായി? 12 × 80 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ എത്ര എണ്ണമാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ്. ഇനി ലാഭം എത്രയാണ്? 20% ലാഭം. അപ്പോൾ 120%. ഓക്കെ, അതേപോലെ ആയാലോ? എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നേരെ തിരിച്ചും ചോദിക്കാം. ഇപ്പോൾ ഇവിടെ 4 എണ്ണമാണ് വിറ്റിരുന്നെങ്കിൽ, 1 രൂപയ്ക്ക് 4 എണ്ണമാണ് വിറ്റിരുന്നെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടിയേനെ? അങ്ങനെയും ചോദിക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അതായത് 1 രൂപയ്ക്ക് 12 എണ്ണം, 1 രൂപയ്ക്ക് 12 എണ്ണം വിറ്റപ്പോൾ 20% നഷ്ടം. 1 രൂപയ്ക്ക് 4 എണ്ണമാണ് വിറ്റിരുന്നെങ്കിൽ എത്ര ലാഭം കിട്ടിയേനെ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 12 എണ്ണം ഇൻറ്റു എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 80% ഇൻറ്റു രണ്ടാമത്തെ കേസിൽ എത്രയാണ്? 4 എണ്ണമാണ്, ശതമാനം നമുക്കറിയില്ല, എക്സ് എന്നിടുക. ഓക്കെ, എക്സ് എന്നിടുക. ഇവിടെ 4 × 20 80. അപ്പോൾ 12 × 20 240%. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 240%. ഇതിൽ നിന്ന് 100 കുറച്ചാൽ നമ്മുടെ പ്രോഫിറ്റായി. അപ്പോൾ 100 കുറയ്ക്കുക, 140% നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 20% ലാഭം എന്ന് പറയുമ്പോൾ 120% എന്ന് എഴുതൂലേ? അതേപോലെ തന്നെ 240% എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് 140%. ഓക്കെ ആണല്ലോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ സെല്ലിംഗ് 45 ഓറഞ്ചസ്
4 rupees 40, a man lost 20%. How many did he sell 4 rupees 24 to earn a profit of 20%? കണ്ടോ ഇവിടെ വ്യത്യാസം എന്താണ്? സെല്ലിംഗ് പ്രൈസ് സെയിം അല്ല. ആദ്യം 40 രൂപയ്ക്ക് 45 ഓറഞ്ച് വിൽക്കുമ്പോൾ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് 20% നഷ്ടമുണ്ടായി. ഇനി അദ്ദേഹം 24 രൂപയ്ക്ക് എത്ര വിറ്റാലാണ് 20% ലാഭം ഉണ്ടാവുക? അപ്പം നമ്മൾ ഈ രണ്ടാമത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസ് നോക്കുക. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന കേസിലെ സെല്ലിംഗ് പ്രൈസ് നോക്കുക. 24 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ആ 24 രൂപ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ 45 ഓറഞ്ച് 40 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് 20% നഷ്ടം. അങ്ങനെയാണെങ്കിൽ 24 രൂപയ്ക്കാണ് വിറ്റിരുന്നതെങ്കിൽ 20% നഷ്ടം. അപ്പോൾ എത്ര ഓറഞ്ചാണ് വിറ്റത് എന്ന് കണ്ടുപിടിക്കാം. അതായത് 40 രൂപയ്ക്ക് 45 ഓറഞ്ചാണ് വിറ്റത്. 40 രൂപയ്ക്ക് 45 ഓറഞ്ചാണ് വിറ്റത്. 20% നഷ്ടം. ഓക്കെ, അതിപ്പോൾ മൈൻഡ് ചെയ്യണ്ട. 40 രൂപയ്ക്ക് 45 ഓറഞ്ച്. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര ഓറഞ്ച് ആയിരിക്കും വിൽക്കുന്നത്? 1 രൂപയ്ക്ക് 45/40. അപ്പോഴും നഷ്ടം 20% തന്നെ ആയിരിക്കും. നഷ്ടത്തിന് മാറ്റമില്ല. ഓക്കെ, 1 രൂപയ്ക്ക് 45/40. അങ്ങനെയാണെങ്കിൽ 24 രൂപയ്ക്ക് എത്ര ആയിരിക്കും വാങ്ങിച്ചതെന്ന് കണ്ടുപിടിക്കുക. 45/40 × 24. ഓക്കെ, ഇതിപ്പോൾ 24 രൂപയ്ക്ക് എത്ര എണ്ണം വാങ്ങിച്ചതിൻ്റെ എണ്ണമായി. എന്നിട്ട് നമ്മുടെ പഴയ പോലെ ഇക്വേഷൻ എഴുതുക. കാരണം എന്താണ്? ഇവിടെ സെക്കൻഡ് കേസിൽ 24 രൂപയുടെ ട്രാൻസാക്ഷൻ, 24 രൂപയുടെ കച്ചവടമാണ് ചോദിച്ചിരിക്കുന്നത്. 24 രൂപയ്ക്ക് എത്ര വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കണം, 24 ആക്കുക കേട്ടോ, 24 ആക്കുക. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മുടെ പഴയ പോലെ എഴുതുക. അപ്പോൾ ആദ്യം എണ്ണം എഴുതുക. 24 രൂപയ്ക്ക് എണ്ണം ഇതാണ്. ഇത് ഇവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. 45/40 × 24 എണ്ണം. ഇത് ഫസ്റ്റ് കേസായി. ഇനി ഇവിടെ എന്താണ് പറ്റുന്നത്? ആദ്യത്തെ കേസിൽ 20% നഷ്ടമാണ്, അപ്പോൾ ഇൻറ്റു 80%. ഓക്കെ, ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ കേസിൽ 24 രൂപയ്ക്ക് തന്നെയാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ അതെത്രയാണ് നമുക്കറിയില്ല, എക്സ്. അവിടെ നമുക്ക് എന്താണ് വേണ്ടത്? പ്രോഫിറ്റ് ഓഫ് 20% ആണ് വേണ്ടത്. അപ്പോൾ എക്സ് × 120% ആയി സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇനി എക്സ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി? ഈ 120 അടിയിൽ പോയി. അപ്പോൾ 45 × 24 × 80 ഡിവൈഡഡ് ബൈ 120. 24 × 5 ആണ് 120, 5 × 16 ആണ് 80, 45 × 4 180, ഓക്കെ എവിടെ തെറ്റിപ്പോയല്ലോ. നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ നമ്പർ ഒന്ന് നോക്കാം. 45 ഡിവൈഡഡ് ബൈ 40 × 24. 4 വെച്ച് കട്ട് ചെയ്യാം 10, 6, 5 വെച്ച് കട്ട് ചെയ്യാം 9, 2, 2 × 3 27. അപ്പോൾ 24 രൂപയ്ക്ക് 27 എണ്ണം. ഓക്കെ, 24 രൂപയ്ക്ക് 27 എണ്ണം. അപ്പോൾ ഞാൻ ആ 27 എഴുതി. 27 നമ്പർ ഇൻറ്റു 27 × ആദ്യം 20% നഷ്ടമാണ്. അപ്പോൾ 80 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 20% പ്രോഫിറ്റാണ്. അപ്പോൾ 120. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 27 × 80/120. 40 വെച്ച് കട്ട് ചെയ്യാം. 40 × 2 80, 40 × 3 120, 3 × 9 27, 9 × 2 18. ഓക്കെ, അപ്പോൾ 18 എണ്ണമാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കിട്ടാൻ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 18 ആണ് കറക്റ്റ് ആൻസർ. 18 എണ്ണം. അത് 24 എത്രയാണ്? 24 രൂപയ്ക്ക് 18 എണ്ണം വിറ്റാലാണ് 20% ലാഭം കിട്ടുക. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുകൂടി ചെയ്യണോ? അതായത്
സിമ്പിളാണ്. നമ്മൾ ആ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കിയാൽ മതി. അതായത് രണ്ടാമത്തെ കേസിൽ എത്രയാണോ സെല്ലിംഗ് പ്രൈസ് ആ സെല്ലിംഗ് പ്രൈസിൽ തന്നെ നമ്പർ ആക്കുക. 24 സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ നോക്കിയേ 40 രൂപ, 40 റുപ്പീസിന് 45 എണ്ണമാണ് മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ 24 രൂപയ്ക്ക് എത്ര എണ്ണം മേടിക്കും? 24 എന്ന് പറയുമ്പോൾ 45 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 24. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്ത എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ എണ്ണം കണ്ടുപിടിക്കുക. 4 വെച്ച് കട്ട് ചെയ്തു 10, 6, 9 വെച്ച് കട്ട് ചെയ്ത് 5 വെച്ച് കട്ട് ചെയ്തു 9, 2, 3, 9, 3, 27. അപ്പോൾ 27 എണ്ണം. 24 രൂപയ്ക്ക് 27 എണ്ണം, 24 രൂപയ്ക്ക് 27 എണ്ണം. ആ എണ്ണം എഴുതുക. 27 ട്രാൻസാക്ഷൻ ലോസ് ആണ് 20%. അപ്പോൾ 80. ഇനി സെല്ലിംഗ് പ്രൈസായി. സെക്കൻഡ് കേസിലെ എക്സ് നമുക്കറിയില്ല. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 24 രൂപയ്ക്ക് എത്ര എണ്ണം, എമൗണ്ട് ആണ് എക്സ്. അവിടെ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ആണ്. സോ 120%. അങ്ങനെ എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ന് 18 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ചോദിക്കാറുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊക്കെ ചെയ്ത്, ഇപ്പോൾ അധികം പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ, അത് ആദ്യമായിട്ട് നോക്കുന്നവരാണെങ്കിൽ, ഞാനിപ്പോൾ 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബേസ് തൊട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ, വേണ്ട ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ആ കോൺസെപ്റ്റ്, ആ മെത്തേഡ് അല്ലെങ്കിൽ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങളത് നോട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി എക്സാംസൊക്കെ വരുന്നുണ്ട്. CGL ആയാലും, ഇപ്പോൾ ബാങ്ക് RRB ബാങ്ക് ആയാലും, PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും എക്സാംസൊക്കെ വരുന്നുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ